ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിനകത്ത് ഫ്രീ ആയിട്ടൊരു പോപ്പപ്പ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. jobsmarket.in എന്ന് പറയുന്ന ഈ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിനകത്താണ് ഒരു പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ വരുന്ന യൂസേഴ്സിന് ഒരു പോപ്പപ്പ് വരും, അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് Convertful എന്ന് പറയുന്ന ഒരു സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. Convertful.com എടുക്കുക. ഇതിനകത്ത് പോപ്പപ്പ് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ട്രൈ ഫ്രീ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പ്രൈസിംഗ് പ്ലാൻസ് കാണിക്കും. ഇതിൽ ഫ്രീ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരും. അതിൽ ഒന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് Convertfulലേക്ക് ലോഗിൻ ചെയ്യാം. ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കാണിക്കുന്നത്. ആഡ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈറ്റിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതാണ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്? ഇത് വേർഡ്പ്രസ് ആണ്. വേർഡ്പ്രസ് സെലക്ട് ചെയ്ത് കൊടുത്തു. വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്ലാറ്റ്ഫോമും ഇവിടെ കാണിക്കുന്നുണ്ട്. കാറ്റഗറി ആഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും കാറ്റഗറി കൊടുത്താൽ മതി. ആഡ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. Convertfulന്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുക. പ്ലഗിൻസിനകത്ത് പോയിട്ട് ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുക. Convertful എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. Convertful യുവർ അൾട്ടിമേറ്റ് ഓൺ സൈറ്റ് കൺവേർഷൻ ടൂൾ എന്ന് പറയുന്ന പ്ലഗിൻ വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണക്ട് ടു Convertful എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്രൂവ് ചെയ്തേക്കുക. ഇപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് Convertfulമായിട്ട് കണക്റ്റഡ് ആയി. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് അവിടെ കാണിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മൈ സൈറ്റ്സിനകത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു മാസം നോക്കിയാൽ കാണാം 3000 ഫ്രീ പേജ് വ്യൂസ് ആണ്. അതായത് 3000 കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് Convertful വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പെയ്ഡ് വേർഷനിലേക്ക് പോകേണ്ടി വരും. 3000 വരെ ഫ്രീ ആണ്. ഇനി പുതിയ പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും ഇവിടെ കാണിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് പോപ്പപ്പ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഫോമുകളെല്ലാം ഇതിനകത്ത് ലഭ്യമാണ്. അതുപോലെ സ്പിൻ ടു വിൻ അല്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു Convertfulനകത്ത് നമുക്ക് ലഭിക്കും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറി അവൈലബിൾ ആണ്. അത് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാറ്റഗറി അല്ലെങ്കിൽ വേണ്ട ടൈപ്പ് പോപ്പപ്പ് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പേര് കൊടുക്കാം. ഒരുപാട് വിഡ്ജറ്റ് യൂസ് ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പേര് കൊടുക്കാം. ഇനി ഇവിടെ നോക്കിയാൽ യെസ് ഓർ നോ അല്ലെങ്കിൽ ഫോം, താങ്ക് യു, ഇങ്ങനെ 3 പേജസിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് അത് ഓരോന്നും കസ്റ്റമൈസ് ചെയ്യാം. വേണ്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഫോം അല്ലെങ്കിൽ താങ്ക് യു ഒക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ആവശ്യം വരത്തുള്ളൂ. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആയതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് ഈ ടെക്സ്റ്റ് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടി തന്നെ അതിൽ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ എഡിറ്റ് ഓപ്ഷൻ വരും. അവിടെ നമുക്ക് എന്താണ് നമുക്ക് കൊടുക്കുന്ന ടെക്സ്റ്റ് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു താഴത്തെ ടെക്സ്റ്റ് കൊണ്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ബട്ടൻ്റെ ടെക്സ്റ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടെക്സ്റ്റാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ പറ്റും. താഴത്ത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ആ ബട്ടൻ്റെ ലിങ്ക് കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലിങ്കാണോ കൊടുക്കുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. നേരെ പേസ്റ്റ് ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ ന്യൂ ടാബ് കൊടുക്കുക. ഈ ബട്ടൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബട്ടൻ്റെ കളറെല്ലാം ചേഞ്ച് ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഞാൻ എല്ലാം ഡിഫോൾട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. ഇനി ഫോമാണ്. ഫോം തൽക്കാലം ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അതുപോലെ താങ്ക് യു മെസ്സേജും കാണിക്കേണ്ട, അതും ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള വേറെയും കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. താഴെ നോക്കിയാൽ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നതും വിഡ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ടെക്സ്റ്റ് മാറ്റാം, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് വീണ്ടും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. എലമെൻസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോളത്തിൻ്റെ വിഡ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു റോ ആഡ് ചെയ്യണമെങ്കിൽ ഇതിനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഡിസ്പ്ലേ റൂളിലേക്ക് വരാം. നമ്മൾ ഈ പോപ്പപ്പ് എങ്ങനെയാണ് സൈറ്റിൽ കാണിക്കേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ വിസിറ്റർ ലീവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കാണിക്കാം. അതല്ല സൈറ്റിൽ വന്ന് ഇത്ര സമയം കഴിയുമ്പോൾ വേണമെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ഒരു വിസിറ്റർ ഇനാക്റ്റീവ് ആണെങ്കിൽ ആ സമയത്ത് കാണിക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ തൽക്കാലം ഒരു 1 സെക്കൻഡ് സൈറ്റിൽ വന്ന് 1 സെക്കൻഡ് കഴിയുമ്പോൾ കാണുന്ന പോലെയാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കാം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ഇത് ഡെമോ കാണിക്കുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യേണ്ടത് കാരണം ഞാനത് എല്ലാം അൺചെക്ക് ചെയ്തിട്ട് ഇടുകയാണ്. എല്ലാ ചേഞ്ചസും സേവ് ചെയ്യുക. എന്നിട്ട് ഇത് ആക്റ്റീവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എടുത്തൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പോപ്പപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ഒരു യൂസർ വന്നു കഴിയുമ്പോൾ ജോയിൻ നൗവിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളുടെ
വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവും. ഇനി നോ താങ്ക് യുലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോപ്പപ്പ് മെസ്സേജ് ക്ലോസ് ആയി പോവുകയും ചെയ്യും. ഇതിനകത്ത് കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളുടെ ക്രിയേറ്റ് ചെയ്ത പോപ്പപ്പ് എടുത്ത് നോക്കുക, എത്ര ഇംപ്രഷൻസ് വന്നു, എത്ര കൺവേർഷൻസ് വന്നു, അതുപോലെ സബ്സ്ക്രിപ്ഷനൊക്കെ ആണെങ്കിൽ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തു, ഇങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസ്, മുഴുവൻ അനലിറ്റിക്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മൊത്തം എത്ര പേജ് വ്യൂസ് വന്നിട്ടുണ്ട്, അത് ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ മെയിൽ ഐ ഡീസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ഫ്രീ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് പോപ്പപ്സ് അവൈലബിൾ ആണ്, സബ്സ്ക്രിപ്ഷൻ ഫോംസ് അവൈലബിൾ ആണ്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പോപ്പപ്പ് കൊണ്ടുവരാൻ പറ്റും. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.